الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്നും ആമുഖമായി സ്വയം ബോധ്യത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും കടമകളും ബാധ്യതകളും എല്ലാം ഉണ്ട്. അള്ളാഹുവും അവൻ്റെ റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയുമെല്ലാം ഒരുപാട് ആവർത്തി ഗൗരവത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടപ്പാടുകളുമൊക്കെ. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 5ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ഗൗരവമായി തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഇന്ന ശിർക ലളുൽമുൻ അളീം, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇത് ഏറെ ഗൗരവമുള്ളതാണ്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഇതിൽ പിഴവ് വന്നാൽ നമ്മുടെ കർമ്മങ്ങളൊന്നും നമുക്ക് ലഭ്യമാവുകയില്ല. ഈ വിഷയത്തെ പ്രതിപാദിക്കുന്ന 5 സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്തു പറഞ്ഞിരിക്കുന്ന വിഷയമാണ് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, ഇഹ്സാനോടുകൂടി അവരോട് വർത്തിക്കണമെന്നുള്ളത്. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയുന്നു, വഇദാ ഖദനാ മീസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം അവരോട് വാങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളോട് പെരുമാറണം.
സൂറത്തു നിസായിലെ 36-ാമത്തെ വാചകത്തിലും അള്ളാഹു പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു ഖുൽ തആലൗ ഉതുൽ മാ ഹറമ റബ്ബുക്കും, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യം. മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. അതിനോട് ചേർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇടപെടണം. സൂറത്തുൽ ലുഖ്മാനിലും അല്ലാഹു പറയുന്നുണ്ട് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനം അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ, നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ പ്രയാസത്തിന്മേൽ പ്രയാസം വഹിച്ചുകൊണ്ടാണ് നിങ്ങളെ അവർ പ്രസവിച്ചിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് 2 വർഷം അവർ നിങ്ങൾക്ക് പാലും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? അനിഷ്കുർലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കണം. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദി കാണിക്കണം. ഇലയ്യൽ മസീർ, നിങ്ങളുടെ മടക്കം എന്ന് പറയുന്നത് എൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യമാണ് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചോ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെയായിരുന്നു, അവരോട് ഇഹ്സാനോട് കൂടിയാണോ അവരോട് പെരുമാറരുത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളേറെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമുക്ക് ഇതെല്ലാം അറിയുന്നവരാണ് നമ്മളെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന വിഷയത്തിൽ, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന വിഷയത്തിൽ, അവരുമായി സഹവസിക്കുന്ന വിഷയത്തിൽ ബോധമുണ്ട് എന്ന് പറയുന്നവർക്ക് പോലും സാധ്യമല്ലാതെ പോകുന്നുണ്ട് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അവർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ, നമ്മൾ തല ഉയർത്തി നിൽക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുവാൻ അവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളോടൊന്നും പ്രത്യേകിച്ച് ബാധ്യതകളില്ല, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്, അവർ പഠിപ്പിച്ചു വെക്കുന്നത് മാതാപിതാക്കൾ എന്ന് പറയുന്നതും കുടുംബ ബന്ധം എന്ന് പറയുന്നതും ഒന്നിനും ഒരു പ്രസക്തിയുമില്ല, ആരോടും ബാധ്യതകളില്ല എന്ന് പറയും. ഒരു വിവരമുള്ള ഡോക്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മാതാപിതാക്കളോട് ഒരു ബന്ധവുമില്ല, അവർ സന്തോഷിക്കുവാൻ കണ്ട ഒരു മാർഗത്തിനിടയിൽ ഞാൻ ജനിച്ചു പോയി എന്നതല്ലാതെ എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് എനിക്കൊരു ബാധ്യതയുമില്ല എന്ന് പറയാൻ. അതിന്ന് സമൂഹത്തെ, ഇന്നത്തെ വിദ്യാർത്ഥി തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്ഥാനമില്ലാത്തത്. ഉപ്പ എന്ന് പറയുന്നതും ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനമെല്ലാം വലിയ പ്രയാസമായി നമ്മുടെ മക്കൾ അനുഭവിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് എങ്ങനെ ഇടപെടണമെന്നുള്ളത് നമ്മളിലൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലാക്കി വെക്കണം നമ്മൾ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല റബ്ബ് ഫീ റിളൽ വാലിദൈൻ. അറിഞ്ഞു വെക്കണം എല്ലാവരും, ചെറിയ കുട്ടികളും യുവാക്കളും മാത്രമല്ല, ബാപ്പമാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ഗൗരവത്തോടുകൂടി ആലോചിച്ചു കൊള്ളുക. നിന്റെ ഉപ്പ എത്ര വയസ്സുള്ള ആളാണെങ്കിലും ശരി, എന്തു തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളാണെങ്കിലും ശരി, അറിഞ്ഞു വെക്കുക, റബ്ബ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് ഫീ റിളൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് കേട്ടോ. വസഖതുഹു ഫീ സഖ്തിഹിമാ, അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മൾ ആരാണെങ്കിലും ശരി, ഏത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണെങ്കിലും ശരി, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാനാണ് ഒന്നാമത്തെ, ഈ നാട്ടിൽ ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അർഹതയുള്ള, യോഗ്യതയുള്ള,
കർമ്മങ്ങളുമായി നടക്കുന്നവനാണെന്ന് വിചാരിക്കുന്നവനാണെങ്കിലും അറിഞ്ഞു വെച്ചുകൊള്ളുക, നിനക്കും ജന്മം നൽകിയ നിന്റെ മാതാവിനും നിന്റെ പിതാവിനെയും നീ സങ്കടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, അവരുടെ കണ്ണീരിന് നീ വില കാണുന്നില്ല എങ്കിൽ, നീ മുഖം തിരിഞ്ഞ് നടക്കുന്നവനാണെങ്കിൽ നിന്റെ ദുനിയാവിലെ ഒരു സ്ഥാനത്തിനും ഒരു പ്രസക്തിയുമില്ല. മാതാപിതാക്കളുടെ ദേഷ്യം എന്ന് പറയുന്നത്, മാതാപിതാക്കളുടെ കോപം എന്ന് പറയുന്നത്, അവർക്ക് നമ്മോടുള്ള അനിഷ്ടം എന്ന് പറയുന്നത്, അത് റബ്ബിന് നമ്മോടുള്ള അനിഷ്ടമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമ്മൾക്കുണ്ടാകണം. നമ്മൾ വിചാരിച്ചത്, പലരും വിചാരിച്ചത് അങ്ങനെയാണ്. നാട്ടിലൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാണ് നമ്മൾ, ഒരുപാട് അധികാരമുള്ളവരാണ് നമ്മൾ, ഒരുപാട് കാര്യങ്ങൾ നിവർത്തിക്കുന്നുണ്ട് നമ്മൾ, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങളും കോടികളും ഒക്കെ ധർമ്മമായി പോകുന്നുണ്ട്. പക്ഷേ സ്വന്തം ജന്മം നൽകിയ മാതാവിന്റെ അടുക്കൽ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ, അവരുമായി സഹവസിക്കുവാൻ, അവരുടെ മനസ്സിന് കുളിർമയേകുന്ന, അവരുടെ മുഖത്തിന് ഒരു തെളിച്ചം നൽകുന്ന ഒരു വാക്കു പറയാൻ സമയമില്ലാതെ നമ്മൾ ആകെ പാഞ്ഞു നടക്കാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, പലതിനും വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തിയും ഇഷ്ടവും ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അത് അപകടകരമാണ് കേട്ടോ. ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു قالت سألت رسول الله صلى الله عليه وسلم أي الأعمال أحب إلى الله, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം എന്ന് പറയുന്നത് അതിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്, ആ സമയത്ത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും നല്ല കർമ്മം. പിന്നീട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സുമ്മ അയ്യ്, പിന്നെ എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഖുൽതു, വീണ്ടും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ചോദിക്കുന്നു, സുമ്മ അയ്യ്, പിന്നെ ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉത്തരം സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ് മൂന്നാമതായി പ്രവാചകൻ പറയുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അസ്സലാത്ത് എന്ന് പറയുന്നത് ഒന്നാമതായി ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ വിഷയമാണ്. കൃത്യമായ നമസ്കാരം നിർവഹിച്ചോ എന്നുള്ളത്, അതിന് കൃത്യതയുള്ള ഉത്തരം നിനക്കില്ലെങ്കിൽ നീ പരാജയമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുവാനുള്ള മനസ്സാണ്. മരണത്തിന് മുമ്പിൽ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി, മരണത്തിനു വേണ്ടി തന്റെ ശരീരത്തിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറുള്ള മനസ്സ്. ഇതിന്റെ രണ്ടിനും ഇടയിലാണ് പറയുന്നത് ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. നമ്മുടെ ഹൃദയത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത് കേട്ടോ, നമ്മുടെ ഹൃദയത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചിട്ട് എത്ര കാലമായി? നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് നമ്മൾ എത്ര കാലമായി? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ഗൗരവമായി തന്നെ നമ്മോട് ചോദിക്കണം. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞതിന്റെ കൂടെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഗൗരവമുണ്ട്, അങ്ങേയറ്റത്തെ ഗൗരവമുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ, നീ ആരായിക്കൊള്ളട്ടെ, നിന്റെ മാതാവിനെ നീ പ്രയാസപ്പെടുത്തിയാൽ, നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും വാചകങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സമയമില്ലാതെ നീ നാട് നന്നാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഒരു അശ്രദ്ധ കൊണ്ട്, നീ ഒരു വാക്ക് കേൾക്കാത്തത് കൊണ്ട് നിന്റെ ഉമ്മയെങ്ങാനും നമ്പരപ്പെട്ടാൽ, നിന്റെ ഉപ്പയുടെ മനസ്സെങ്ങാനും ഒന്ന് പ്രയാസപ്പെട്ടാൽ, അതിന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാതെ നിനക്ക് തിരിച്ചു നടക്കാൻ പറ്റില്ല. അപ്പം പഠിച്ചോനെ, ഞാൻ കോടിക്കണക്കിന്റെ പ്രൊജക്ട്, അതിന്റെ കാര്യങ്ങൾ തീർക്കുവാൻ വേണ്ടിയുള്ള മണ്ടിപ്പാച്ചിനിടയിലാണെന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല കേട്ടോ. നിന്റെ മാതാവിനോടും നിന്റെ പിതാവിനോടുമുള്ള കടപ്പാടുകളെ നീ എന്ത് വേണം? നീ കൃത്യമായി പൂർത്തീകരിക്കണം. അവരോട് മോശമായിട്ട് നീ പെരുമാറാൻ പാടില്ല, അവരോട് മോശമായ രീതിയിൽ പെരുമാറരുത്. അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, കുന്നാ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലാ ഉനബിയുക്കും ബിഅക്ബരിൽ കബായിർ, ഞാൻ നിങ്ങൾക്ക് മഹാപാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. 3 പ്രാവശ്യമാണ് പ്രവാചകൻ ആവർത്തിച്ചത്. പ്രവാചകൻ ശേഷം പറഞ്ഞു, ഒന്ന് അൽ-ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനകൾ പാടുള്ളൂ, അവനോട് മാത്രമേ അർത്ഥനകൾ പാടുള്ളൂ. മരിച്ചൊരു മനുഷ്യന്റെ മുമ്പിലും, ഒരു ഖബറിന്റെ മുമ്പിലും, ഒരു ജിന്ന് മലക്കുകൾക്ക് മുമ്പിലും ഒന്നും നമ്മുടെ സഹായത്തേട്ടമോ പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല.
രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഉഖൂഖുൽ വാലിദൈൻ, നിന്റെ മാതാവിനെ പ്രയാസപ്പെടുത്തുമ്പോഴാണ്, നിന്റെ മാതാവിനെ പ്രയാസപ്പെടുത്തുമ്പോഴാണ്, നിന്നെ അവരെ വിഷമിപ്പിക്കുമ്പോഴാണ്, അവരുടെ മനസ്സിനെ നീ വിഷമിപ്പിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി നീ ആ വിഷയത്തെ കാരണം ഈ ഹദീസിനോട് ചേർന്ന്, ഈ ഹദീസിന്റെ മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഖൗലു സൂർ എന്നാണ് പറയുന്നത്. നിങ്ങൾ മോശമായ വാചകങ്ങൾ, വ്യാജമായ വാർത്തകൾ നിങ്ങൾ പറയലാണ്, കളവുകൾ നിങ്ങൾ പറയലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടു കൂടി നമ്മോട് പറഞ്ഞു നിന്ന കാര്യമാണ്, കളവുകൾ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ കളവ് പറയരുത് കേട്ടോ. നിങ്ങളുടെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി കളവ് പറയരുത് കേട്ടോ. പലപ്പോഴും സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ ഭാഗങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങൾ പറയുന്നവരറിയുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി തന്നെ ഏറ്റവും വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് ഖൗലു സൂർ എന്ന് പറയുന്നത്, വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത്. അത് നേർക്കുനേരെയുള്ള കളവ് മാത്രമല്ല, ഒരു സത്യം അറിയാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ വാചകത്തിനെ മറച്ചും തിരിച്ചുമെല്ലാം സത്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ടല്ലോ, നമ്മുടെ നാവുകളെ കൊണ്ട് നമുക്ക് സാധിക്കുന്ന പ്രയോഗങ്ങൾ, അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമായി തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ളതും അവർക്ക് തിന്മകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഒക്കെ പറയുന്ന പല സന്ദർഭങ്ങളിലും ഉണ്ടെങ്കിലും എന്ത് നന്മയാണ് അവരോട് ചെയ്യണമെന്നുള്ളത് പ്രത്യേകമായി എവിടെയും പറഞ്ഞത് കാണാൻ പറ്റൂല. ഞാൻ ആദ്യം ഓതി വെച്ച 5 ആയത്തുകളിലും അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. എന്താ കാരണം എന്നറിയാം? നിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, നിങ്ങൾക്ക് മാതാപിതാക്കളോട് പ്രത്യേകമായി ഇന്ന കാര്യത്തിൽ നന്മ ചെയ്യണമെന്നല്ല, എല്ലാ കാര്യത്തിലും, എല്ലാ മേഖലകളിലും, എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മുടെ വാക്കുകളെ കൊണ്ടും നമ്മുടെ ഇടപെടലുകളെ കൊണ്ടുമെല്ലാം അവരോട് നന്മ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവരോട് നന്മ ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത്. ഇതാണ് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ബാധ്യതയുള്ളത് നിന്റെ മാതാപിതാക്കളോടാണ്. അവരുടെ കൂടെ സഹവസിക്കുവാനും അവരുടെ സന്തോഷം കാണുവാനുമാണ് നീ കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വളരെ ഗൗരവമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആരോടുകൂടിയാണ്? അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ജാഅ റജുലുൻ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൻ നഹഖുൻ നാസി ബിഹസ്നി സഹാബത്തി, ഞാൻ സഹവസിക്കുവാൻ, ഞാൻ ചേർന്നിരിക്കുവാൻ ആരോടാണ് അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും ബാധ്യതപ്പെട്ടത് എന്ന്? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിനക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കൊടുക്കുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. ആവർത്തിക്കപ്പെടുന്നു 2 പ്രാവശ്യം കൂടെ, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം അബൂക, നിന്റെ പിതാവിനോടാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു രാത്രി 1 മണിവരെയും 2 മണിവരെയും കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സ്വറ പറഞ്ഞ് സന്തോഷിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ജന്മം നൽകി നിന്റെ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട്, ഉമ്മാന്റെ ശരീരത്തിന്റെ ചൂടറിഞ്ഞിട്ട്, ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി എന്നുള്ളത് ഞാനും നിങ്ങളും ഗൗരവമായി കൊണ്ട് ആലോചിക്കേണ്ടതാണ്. നമ്മളോട് പറഞ്ഞു തരുന്നു, നമ്മോട് ഗൗരവത്തോടു കൂടി പറയുന്നു, ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഏറെ ബാധ്യതയുള്ളത് നിന്റെ ഉപ്പയോടും നിന്റെ ഉമ്മയോടുമാണ്. അതുകൊണ്ട് അവരെ പരിഗണിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വാപ്പാകും ഉമ്മയും അത് ഒരു സ്ഥാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹദീസിൽ 3 പ്രാവശ്യം ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഉമ്മയെന്ന് പറയുന്നത് വാപ്പ അനുഭവിക്കാത്ത 3 പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതവർ സ്വന്തമാണ് അവർ അനുഭവിക്കുന്നത്. ഗർഭം ചുമക്കുക എന്നുള്ളതും അവരെ പ്രസവിക്കുക എന്നുള്ളതും മുലയൂട്ടുക എന്നുള്ളതുമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് 3 പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞത്. ഖുർആനിൽ നമുക്ക് ആയത്തുകളിൽ മുഴുവനുമുള്ളത് വബിൽ വാലിദൈനി, ആർക്കും വാപ്പാക്ക് ഒരു സ്ഥാനവും ഉമ്മാക്ക് വേറൊരു സ്ഥാനവും കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പല ആളുകളും മാതാവിനോട് ചേർത്ത് പിടിക്കുന്നവരും മാതാവിനെ ചേർത്ത് പിടിക്കുന്നവരും മാതാവിന്റെ അടുക്കൽ ഇരിക്കുവാൻ താല്പര്യം കാണിക്കുന്നവരും പിതാവിനെ പരിഗണിക്കാതെ, പിതാവിനോടൊന്നും നോക്കാതെ, പിതാവിനോട് വർത്തമാനം പോലും പറയാൻ പറ്റാത്ത, പറയാതിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകളും. വാപ്പാന്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുന്നതും വാപ്പ ഗുളിക കുടിച്ചോ എന്ന് ചോദിക്കുന്നതും അവർ ഉമ്മയോട് പോയിട്ടാണ് ചോദിക്കുന്നത്. കല്യാണം കഴിച്ചു വിട്ട
പെൺകുട്ടികൾ അവർ മറ്റൊരു തന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഓരോ ദിനവും അവർ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ കുറച്ച് സമയം അവർക്ക് വിളിക്കാനുള്ളത് അവർ ഉമ്മയാണ്. ഉമ്മയുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, വാപ്പാന്റെ വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഡയലർ കോളിൽ ഒന്ന് പിതാവിനെ വിളിച്ച് ഉപ്പയെ വിളിച്ച് ഉപ്പാക്ക് എങ്ങനെയുണ്ട്, ഉപ്പയുടെ ശരീരത്തിന്റെ പ്രയാസം എങ്ങനെയുണ്ട് എന്ന് ഒരു മോള് പോലും ചോദിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടായിട്ട് കാണുന്നുണ്ട്. അത് മേറെ ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുവാണ്. ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. നമ്മൾ അവരുടെ കൂടെ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ പരിശോധിച്ച് നോക്കൂ അല്ലേ? എത്ര വലിയ മാന്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഏറ്റവും നല്ല സൽസ്വഭാവത്തിന് ഉടമകളാകുന്നുണ്ട് നമ്മൾ. ഏറ്റവും നല്ല ഔദാര്യത്തിന്റെ മൂർത്തിഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. എന്തൊരു വിനയമാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ. എന്നാൽ നമ്മുടെ വീടിന്റെ ഗേറ്റ് കിടന്ന് നമ്മുടെ മാതാപിതാക്കളുടെ ഇണകളുടെ അടുക്കലേക്ക് കയറുമ്പോഴുള്ള നമ്മുടെ സ്വഭാവം ഏത് രൂപത്തിലാണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പാനോടും ഉമ്മാനോടും നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. കൂട്ടുകാരോട് കാണിക്കുന്ന മര്യാദകൾ പോലും നമ്മുടെ സംസാരത്തിലില്ലല്ലോ. കൂട്ടുകാരോട് കാണിക്കുന്ന മര്യാദ പോലും നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിനെ മാറ്റിവെച്ച നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണെന്ന് മാത്രമല്ല, അറിഞ്ഞു വെക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പരലോകത്തിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുള്ള സമീപനത്തിന്റെ പേരിലായിരിക്കും നമ്മൾ പരിഗണിക്കപ്പെടുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ശിർക്ക് ചെയ്യാൻ നിന്നോട് കൽപ്പിക്കുന്നവളാണെങ്കിൽ പോലും, നിങ്ങൾ ശിർക്ക് ചെയ്യാൻ നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ നീ അതനുസരിക്കേണ്ടതില്ല. പക്ഷേ ദുനിയാവിന്റെ വിഷയത്തിൽ നീ എന്തു വേണം? ശിർക്ക് ചെയ്യാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരോട് അനീതി കാണിക്കാതിരിക്കുവാൻ, അവരോട് മോശമായി പെരുമാറുവാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ സമ്പത്തിന്റെ വിതരണത്തിൽ എന്തോ ഏറ്റക്കുറച്ചിലുകൾ വന്നു എന്നതുകൊണ്ട് മാതാവിനോടും പിതാവിനോടും സംസാരിക്കാതെ തിരിഞ്ഞു നടന്ന എത്ര ആളുകൾ നമുക്ക് കാണാൻ പറ്റും? വാപ്പാന്റെ സ്വത്ത് കൊടുത്തതിന്റെ സ്വത്തിന്റെ വിതരണത്തിൽ വിഭജിച്ചു കൊടുത്തതിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ജന്മം നൽകിയ മാതാവിനോടും പിതാവിനോടും മിണ്ടാതെ നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അറിയുക, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിന്നോട് പറയുന്ന, നിന്നെ ഉപദേശിക്കുന്ന, അതിന്റെ പേരിൽ നിന്നെ ആട്ടിപ്പായിച്ചിട്ടുണ്ടെങ്കിലും ശരി, ദുനിയാവിൽ അവരോട് ഏറ്റവും മാന്യമായി ഇടപെടണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോ ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇദാ ഞാൻ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നതാണ്, ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കരയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? നിങ്ങൾ നീ അവരിലേക്ക് മടങ്ങണം, നീ അവരെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തു വേണം? നീ അവരെ കരയിപ്പിച്ചതുപോലെ നീ എന്താക്കണം? നീ അവരെ സന്തോഷിപ്പിക്കണമെന്ന് ഹിജ്റക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് എത്രമേൽ ബാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എനിക്ക് അനുമതി നൽകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള ചോദ്യം എന്താണെന്നറിയുമോ നിങ്ങൾ? അഹയ്യും വാലിദാക്, നിന്റെ മാതാവ് അവിടെ ഉണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, അതെയുണ്ട്. അത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ ജിഹാദ് എന്ന് പറയുന്നത് അവരെ പരിഗണിക്കലാണ്, അവരുടെ കൂടെ ഇരിക്കലാണ്, അവരെ പരിചരിക്കലാണ്. നിന്റെ ജിഹാദ് എന്ന് പറയുന്ന മറുപടി പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അറിയണം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന മക്കളാകാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ പരിചരിക്കേണ്ടത് അവരുടെ വാർദ്ധക്യത്തിൻ്റെ സന്ദർഭത്തിലാണ്. കാരണം
വാർദ്ധക്യത്തിൻ്റെ സന്ദർഭത്തിൽ അവരെത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം ബോധമുള്ളവരും അറിവുള്ളവരും എല്ലാത്തിനും കഴിയുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. സ്വന്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്, കരുത്തുള്ളവരാണ്, വിചാരിക്കുന്നത് നേടാൻ സാധ്യമാകുന്ന പ്രായവുമാണ്. ആ പ്രായത്തിലാണ് നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്നത്. അവിടെയാണ് ഏറ്റവും നല്ലൊരു മകനെ നമുക്ക് കാണേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, അവരോട് മാന്യമായിട്ട് പെരുമാറണം. ശേഷം പറയുന്ന വാചകം, ഇമ്മാ യബ്ലുഗന്നക ഇൻദകൽ കിബർ അഹദഹുമാ, നിന്റെ മാതാപിതാക്കൾ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തുന്ന ഒരു സന്ദർഭമുണ്ട് കേട്ടോ. അവർക്ക് സ്വന്തമായിട്ട് ഒന്ന് എണീറ്റ് നടക്കുവാൻ പോലും സാധ്യമല്ലാത്ത സമയത്ത് പറയുന്ന പല വാചകങ്ങളും മാറിപ്പോകുന്ന, തെറ്റായി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. കുട്ടികളെപ്പോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് നീ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, എന്നൊരു വാക്ക് പോലും പറയരുത്. അത് നമ്മൾ നിസ്സഹകരണത്തിൻ്റെ ചെറിയൊരു വാചകമാണ് എന്ന് പറയുന്നത്. അതുപോലും പറയാൻ പാടില്ല. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാതാവിനോട്, നമ്മുടെ പിതാവിനോട്, വാർദ്ധക്യത്തിലെത്തിയ അവരോട് ഏത് രൂപത്തിലാണ് നമ്മുടെ സംസാരം എന്നുള്ളത്. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് കയർത്ത് നീ വർത്തമാനം പറയരുത് കേട്ടോ. നീ നല്ല അറിവുണ്ടാവും, നിനക്ക് സമ്പത്തുണ്ടാവും, അവസാനം അത്യാവശ്യം തണ്ടും തടിയും ഒക്കെ ഉണ്ടാകും, നിനക്ക് നല്ല അറിവും ഒക്കെ ഉണ്ട്. പക്ഷേ നീ അവരോട് നീ എന്തു ചെയ്യാൻ പാടില്ല? നീ അവരോട് കാരുണ്യത്തിന്റെ വാക്കല്ലാതെ നീ അവരോട് പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായ വാചകമായിരിക്കണം നീ അവരോട് പറയേണ്ടത്. അല്ലാഹു റസൂൽ പറഞ്ഞു, നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹു റസൂലിന്റെ വാചകം. അല്ലാഹു റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, ആരെയാണ് ഇങ്ങനെ താങ്കൾ ശപിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി ഒരു മനുഷ്യന്, ഒരു പിതാവിനെ, ഒരു മാതാവിനെ അവന്റെ വാർദ്ധക്യകാലത്ത് അവന് ലഭ്യമായിട്ട് സ്വർഗം ലഭ്യമായിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ ഗൗരവകരമായ ചില കാര്യമാണ്. അവസാനിപ്പിക്കും മുമ്പ് ഓർമ്മപ്പെടുത്തുന്നു, 12 മണി വരെ 1 മണി വരെയും എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന ചെറുപ്പക്കാരനോട് വളരെ ഗൗരവത്തോടു കൂടി ചോദിക്കുന്നു, നീ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ശ്വാസം നിലച്ച് നമ്മുടെ പള്ളിയുടെ 1-ാമത്തെ സഫിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് നിന്റെ കണ്ണു നിറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കപ്പെട്ടവരായി നീ മാറുകയില്ല കേട്ടോ. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുവാനും അവരോട് സഹവസിക്കുവാനുമുള്ള ഒരു മനസ്സ് നീ കാണിക്കണമെന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് വർത്തമാനം പറയാൻ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അത് നമ്മുടെ ദുനിയാവിലും പരലോകത്തിലും നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മുടെ ബിസിനസ്സിലൊക്കെ പരാജയം സംഭവിക്കുമ്പോൾ, ജീവിതത്തിലൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും നമ്മൾ പലപ്പോഴും പല കാരണങ്ങളും തേടിപ്പോകുമ്പോൾ ഒന്നാമതായി നമ്മൾ പോവേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്കാണ്. അവരോട് ചോദിക്കണം നമ്മൾ ഉപ്പാ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്കില്ല എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം എന്നോടുണ്ടോ എന്ന് ചോദിക്കണം. അതാണ് ആദ്യം പരിഹരിക്കപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥാ. അവരുടെ രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാദികൾ എല്ലാവരെയും തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട്, ഇസ്ലാമിലാണ് എന്നുള്ളത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നാഥം. അവരുടെ എല്ലാം പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഫലസ്തീനിലും ഗസയിലും നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ അനുജന്മാർ, നമ്മുടെ ഉപ്പമാർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാഥാം. അല്ലാഹുവേ, അവർക്ക് നീ എല്ലാം ആശ്വാസവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നിർഭയത്വം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ വിശപ്പുകൾക്ക് നീ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഇസ്സത്തോടുകൂടി തലയുയർത്തി നടക്കുവാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും എല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ,
اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم ثبت أقدامهم. اللهم ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم اشف جرحاهم. اللهم تقبل شهداءهم. اللهم إنهم جوعى فأطعمهم. اللهم إنهم مظلومون فانصرهم. اللهم انصرهم على أعدائهم نصرا كاملا. اللهم أهلك قوة الصهاينة المحتلين. اللهم دمر الجيش الصهيوني. اللهم انزل عليهم عذابك. اللهم لعنهم لعنا كبيرا. اللهم شتت شملهم وفرق جمعهم. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما. اللهم حرر المسجد الأقصى من دنس اليهود الصهاينة. اللهم اخرج منه الصهاينة أذلة الصاغرين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وأذل الشرك والمشركين. وأذل الشرك والمشركين. اللهم تقبل منا دعاءنا إنك أنت السميع العليم. صلى الله على محمد وعلى آله وصحابه أجمعين والحمد لله رب العالمين.